ചേട്ടാ ആടുത്രിയില് ഷർപ്പൊക്കെ ഉണ്ടാവോ? ആടുത്രിയില് ഷർപ്പൊക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ അത് മിഥുൻ മാനുവൽ തോമസ് ആണ് തീരുമാനിക്കുന്നത്. ബിക്കോസ് സാധ്യതയുണ്ട്, ഇല്ലായിരുന്നില്ല. ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ആടില്ലെങ്കിലും അടുത്ത സർപ്രൈസുകൾ ഒരുപാട് പറഞ്ഞില്ലേ, സംഭവങ്ങളൊക്കെ വരും. പുതിയൊരു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ യൂണിവേഴ്സ് ഓൾറെഡി ഉണ്ട്, അതിന് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്കൊരു യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയാണ്. ഫ്രൈഡേ ഫിൽമോസ് ഫാമിലിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആടിലുണ്ട്, മങ്കിപ്പറ്റിലുണ്ട്, ഓരോ സിനിമയിലും മുത്തുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ സിനിമയിലും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫാമിലി തന്നെയാണ്. എന്ന് വേണമെങ്കിലും ഒരു യൂണിവേഴ്സ് ആയിട്ട് സർപ്രൈസുകളാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ വിളിക്കുന്നത് വൺ ലാസ്റ്റ് റൈഡ് എന്നാണ്. അത് നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പടക്കളത്തിന് വേണമെങ്കിലും ആവാലോ. എന്ത് സാറിന് മുങ്ങിയിട്ടുള്ള ന്യൂസ് ഉണ്ട് അല്ലേ? അറിയാൻ തന്നെ പറയുന്നത് ഒരു പരിപാടിയില്ല. ഈ സിനിമയില് ഷെറഫിന്റെ കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ മനസ്സിൽ ഇഷ്ടപ്പെട്ടു ചെയ്യുന്ന ഒരു സീനാണ്. ആ സീൻ ഞാൻ പറയുന്നില്ല. ആ ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ഷെറഫിന്റെ ഒരു അവസ്ഥ? സീൻ പറയുന്നില്ല, ഞാനൊരു സ്പോയിലറായിരുന്നു. അതാണ് തിയേറ്ററിൽ ആളുകൾ ചിരി അടങ്ങുന്നില്ല, ഇറങ്ങിയിട്ടും അത് സംസാരം വരും. പക്ഷെ അത് ആളുകൾ എന്താ ചിരിച്ചതെന്ന് ഷെറഫിന് മനസ്സിലാക്കി. ഈ സിനിമയിൽ ആ വാക്ക് ഉടനീളം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആസ്ഥാനത്ത് ഒരു വാക്ക് ഉപയോഗിച്ചാൽ അതെ, അത് എല്ലാ സ്ഥലത്തും നമ്മുടെ മലയാളത്തില് ചില വാക്കുകൾ അസ്ഥാനത്തല്ല, ചില രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചാൽ രണ്ടർത്ഥമുള്ള ഒരു അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ? അല്ല, അത് പറഞ്ഞുതരാം. അതായത് ഞാൻ ഡയലോഗായിട്ട് പറയില്ല, പക്ഷെ അത് ഷെറഫിക്ക ഓൺ സെറ്റിൽ ഇംപ്രൂവൈസ് ചെയ്താണ്. ചിലപ്പോ പുള്ളി എന്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് വയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഒരു സാധനം ഞാൻ ഇടാം, അത് കഴിഞ്ഞിട്ട് മനു ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ സീൻ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു കട്ടിന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കരുതി എന്നിട്ട് ഞാൻ ആ സാധനം കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വെറുതെ ഇവനോട് പറഞ്ഞതാണ്. ഇവൻ റൂമിൽ നിന്നൊക്കെ അറിയുമ്പോ മനു ഒരു ചിരിയൊക്കെയാണ് പൊളയിട്ടാണ് വെറുതെ കട്ടാക്കണമെന്ന് പറഞ്ഞ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ അത് പക്ഷേ അത് ഫുൾ ട്രിപ്പ് ഗോസ്റ്റ് ഷെറഫിക്ക പുള്ളി ഇംപ്രൂവൈസ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് അതിനാണ്. ഭയങ്കര റെസ്പോൺസിബിൾ ജോബാണ്. അതെ, ഇപ്പോഴും നമ്മുടെ സംസാരിക്കുമ്പോൾ പടക്കളം എന്ന് പറയുമ്പോൾ അതോട് ചേർത്തൊരു വാക്കുകൂടെ ഒന്ന് ഹിറ്റിലേക്ക് കൊണ്ടാകാൻ കഴിഞ്ഞ ഒരു ഡയലോഗായിരുന്നു. അതെ 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 അതെ, അത് ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ വേറൊരു സിനിമയിൽ അതിന് സാധ്യതയില്ല. നമുക്ക് അത് അവിടെ വെച്ച് തോന്നിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം നിൽക്കുന്നു. അങ്ങനെ ഒരു സാധ്യത നമ്മൾ ചിന്തിക്കുന്ന ഈ സിനിമയുടെ അകത്ത് അത് നമ്മുടെ ഇമ്പോർട്ടന്റ് അതിലുണ്ട്. കാരണം ഈ സിനിമയുടെ കഥയെ കൂടെ തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സാധ്യതകൾ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഈ സാഫ് ആണെങ്കിലും അരുണാണെങ്കിലും ഇപ്പൊ അരുൺ പ്രദീപ് ആണെങ്കിലും അരുൺ പ്രദീപ് എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഇംപ്രൂവൈസ് ചെയ്യുന്നല്ലേ. അവരും ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. അത് ആ ക്യാരക്ടറിലും ആ സ്ക്രിപ്റ്റിലും അവർ എല്ലാവരും അത്ര നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് ചിരിയൊന്ന് ചിരിച്ചു കാണിക്കാമോ? ഒന്ന് കാണിക്കാം, ചിരി ഒന്ന് കാണിക്കാം.